Hey, hello friends, welcome back to my YouTube channel. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്നത്തെ വീഡിയോ എന്താണെന്നിട്ട് ഇവിടെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും മാക്സിമം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ളത് വീഡിയോ എടുക്കുന്നത് ഒരുപാട് മിക്കപ്പോഴും ഒറ്റക്കാണ്, പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ശനിയാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് കുറേ ദിവസമായി എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് മടിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതാ നേരെ തന്നെ കിച്ചണിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നേതാക്ക മദ്രസയിൽ എക്സാമാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്കാക്കി എണീറ്റ് വന്നിട്ട് പാലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നേതാക്ക് പാലും ബിസ്ക്കറ്റും കൊടുത്തിട്ട് മദ്രസയിൽ വിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നേരെ നിന്ന് അടുക്കളയിലേക്ക് കയറിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 മണി തൊട്ടൊരു അരമണിക്കൂറുള്ളൂ കേട്ടോ എക്സാം. അപ്പോൾ പോയി വരുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ കയറുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഇങ്ങനെ വേറെ സാധനങ്ങളാണ് കേട്ടോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം. ഇപ്പം നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് ഇന്നത് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവരവരുടെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇക്കാക്ക ഞാൻ പറഞ്ഞു നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അത് വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഇക്കാക്കനെ പിന്നെ റെഡിയാക്കണം കേട്ടോ. പപ്പയും മോളും റെഡിയാവാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം എടുക്കും. അങ്ങനെ കാക്ക റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാൻ കേട്ടോ എക്സാമിന്. അപ്പോൾ കറക്റ്റ് 8 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലാസ് ആയതുകൊണ്ടിട്ട് അങ്ങനെ നേരത്തെ പോകണമെന്നൊന്നുമില്ല, ആകെ ഒരൊറ്റ എക്സാം ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്കാ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇങ്ങനെ രാവിലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ രസമാണ്. ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് പെയ്തിട്ടുണ്ട് കേട്ടോ. മഴ പൊടിയുന്നുണ്ട് ശരിക്കും. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രണ്ടും കൂടി പോണത്. അങ്ങനത്തെ ടാറ്റയൊക്കെ തന്ന് നേതാപ്പി ഇക്കാക്കയും കൂടി പോവാണ് കേട്ടോ. അങ്ങനെ ഞാനൊന്ന് പുറത്ത് കുറച്ച് നേരം ഞങ്ങളുടെ റംബൂട്ടാനിലൊക്കെ ഒന്ന് തലോടി അതിനൊക്കെ ഒന്ന് നോക്കി ഇല വളർന്നോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ കയറാണ് കേട്ടോ. അപ്പോൾ ഇത് മഴ ഒന്ന് നന്നായിട്ട് മുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ റോസയുടെ മുട്ടിൻ്റെയൊക്കെ കൊമ്പൊക്കെ ഇങ്ങനെ വെക്കണത് നേതാടെ പരിപാടിയാണ് കേട്ടോ. എവിടെയെങ്കിലും എന്നൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഉമ്മാനെ കൊണ്ട് വെപ്പിക്കണതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ പുറത്തുനിന്ന് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ അകത്തേക്ക് കയറിയപ്പോഴത്തേനും ഇത് പോയ ആൾക്കാർ കൂടെ എടുക്കാനായിട്ട് തിരിച്ച് വന്നേക്കാണ് കേട്ടോ 2 പേരും കൂടി. ഞാനപ്പോൾ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അപ്പോഴത്തേനും 2 പപ്പയും മോളും കൂടി തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് സ്ഥിരമുള്ളതാണ് പോയിട്ട് തിരിച്ച് വരൽ. അങ്ങനെ ഇതപ്പോൾ അതുപോലെ തന്നെ പോയി തിരിച്ച് വന്ന് കുട എടുത്തിട്ട് അവർ പോയിട്ടോ. അങ്ങനെ നേരെ കിച്ചണിൽ ചെന്നപ്പോഴത്തേനും വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ ഇട്ട് ഇടിയപ്പത്തിനുള്ളത് ഞാൻ റെഡിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വിചാരിക്കേണ്ടാവും കുഞ്ഞിപ്പെണ്ണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ആരില്ലാത്തപ്പോൾ എന്താണെന്നറിയില്ല കിടന്നുറങ്ങും കേട്ടോ. എൻ്റെ പണിയൊക്കെ കഴിയാണ്ട് അവൾ എണീക്കില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ വിചാരിച്ചു ഞാനന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്ക പറഞ്ഞാൽ ഞാൻ മുട്ടക്കറി ആക്കാമെന്ന് പറഞ്ഞിട്ടോ. കാരണം ഇടിയപ്പത്തിൻ്റെ ഒപ്പം തന്നെ പീച്ചാനും അതിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടി ഫൈറ്റ് ആവും. അതുകൊണ്ട് ഇക്കാക്ക പറഞ്ഞാൽ മോൻ എന്തെങ്കിലും ഒരെണ്ണം ചെയ്തോ ഞാനും ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും 2 സ്ഥലത്ത് നിങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടോടെ തന്നെ അച്ചിലേക്ക് ഇട്ടപ്പോൾ കൈ പൊള്ളിയിട്ട് ഇങ്ങനെ പീച്ചാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്ക അതിലൂടെ മേടിച്ച് പീച്ചപ്പത്തിനും അവിടേക്ക് ആയപ്പോൾ ഞാൻ മേടിച്ച് വേണ്ട ഞാൻ ആക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഞാനാക്കി ഞാൻ സെറ്റാക്കി വെച്ചിട്ടോ. അപ്പോൾ ഇക്കാക്ക ഇത് അവിടെ നിന്ന് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ 1 മാസത്തെ പൊടി ഇക്കാക്ക ഒരു ദിവസം കൊണ്ട് തീർക്കൂട്ടി. ഇക്കാക്ക ഭയങ്കര കളറും ഒരുപാട് പൊടിയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ബിസ്ക്കറ്റും പാലും കുടിക്കാനാണ് കേട്ടോ. ഇക്കാക്ക അവിടെ നിന്ന് ഇക്കാക്കയുടെ പണിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മുട്ടക്കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേപ്പിലൊക്കെ ഇടാൻ മറന്നു പോയിട്ട് ഞാൻ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേപ്പിലൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ. എനിക്ക് കുറേ വേപ്പില വേണം കേട്ടോ കറിയിലൊക്കെ ഇടുമ്പോൾ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേപ്പിലെടുക്കാനായിട്ട് ഇക്കാക്ക പുറത്തേക്ക് ഫ്രിഡ്ജ് പുറത്ത് വർക്ക് ഏരിയയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇക്കാക്ക പോവാണ് കേട്ടോ. പോയേക്കാണ്. അപ്പോൾ വെറുതെ ഒരു ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇക്കാക്കനെ കാണിക്കാത്തത് ഇക്കാക്ക ബനിയനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്കനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാക്കനെ ഇന്ന് നല്ല വഴക്ക് വെക്കും. അതുകൊണ്ട് ഞാനതാണ് കേട്ടോ ഇക്കാക്കനെ ഞാൻ കാണിക്കാത്തത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്താനും നേതാടെ എക്സാം കഴിഞ്ഞ് നേതാതെ പോയ പോലെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിപ്പിക്കാത്ത എന്തൊക്കെയോ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് നേതാക്ക് സങ്കടം
അവിടെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ. ഉസ്താദ് പറഞ്ഞ പാഠത്തിനേലും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ. അപ്പം പഠിക്കാത്തത് മാത്രം പറഞ്ഞില്ല. അപ്പം ഞാൻ അപ്പം തന്നെ ഉസ്താദിനെ വിളിച്ചിട്ടോ. അങ്ങനെ ഉസ്താദ് അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ സന്തോഷമായിട്ടോ. അങ്ങനെ അത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിപ്പെണ്ണ് എണീറ്റിട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് എണീക്കുമ്പോൾ തന്നെ കുറച്ച് ഞാൻ ഫീഡൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടോ. അപ്പം ഞാൻ 40 എണ്ണയാണ് കേട്ടോ. ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ ഇവർക്ക് അത് തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ചിന്തിരി കെട്ടിപ്പിയിട്ട് കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതുപോലെ ക്രീമും ലോഷനൊക്കെ ആക്കി ഡ്രസ്സൊക്കെ ആക്കി പിന്നെ ഞാൻ കുറച്ച് ഫീഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കട്ടെ എന്ന് പണ്ട് കട്ടുമ്മൊക്കെ എടുത്തു. ചിലപ്പോൾ കിടന്നുറങ്ങും. ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ കൊച്ചിന് കുറുക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ തന്നെ സ്നഗ്ഗിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ വേറെ തുണിയൊന്നും ഞാൻ ഇടിക്കലില്ല കേട്ടോ. ഞാൻ സ്നഗ്ഗി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുണിയൊക്കെ എടുക്കുമ്പോൾ ഉറക്കം ഒട്ടും ശരിയാവില്ല കേട്ടോ. കാരണം ഒരാഴ്ച ഇങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പ ഇങ്ങനെ എണീക്കും. ഇപ്പോൾ പാമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട, കുഞ്ഞുങ്ങൾ കുറേ നേരം കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലൊരു ചെറിയൊരു പാത്രം കേട്ടോ. നമുക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം എക്സ്ട്രാ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് കേട്ടോ. നമുക്കത് തന്നെ നമുക്ക് എപ്പോഴും യൂസ് ആക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതുപോലെ നല്ല ഉറച്ച് മൂടിയുള്ള ഒരു പാത്രം വേണം കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ചീത്താവില്ല. അപ്പോൾ ഞാൻ കണ്ണങ്കായയുടെ പൊടിയാണ് കേട്ടോ രാവിലെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് മൂടി വെക്കണം കേട്ടോ. അതിലേക്ക് എയറൊന്നും കയറാതെ നല്ല രീതിയിൽ തന്നെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്താവില്ല. പിന്നെ നമ്മൾ ഒരു മാസമാണ് കേട്ടോ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോർമൽ വാട്ടറിൽ പൊടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കാം. എന്നാലും നമുക്ക് നല്ല എളുപ്പത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനപ്പോൾ ചെറിയൊരു ഷോർട്സ് ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചു കൊച്ചിന് ഫുഡ് കൊടുക്കുന്നത് കാണിക്കാമോന്ന്. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് കാണിക്കാം, കൊടുക്കുന്നത് കാണിക്കാം. രണ്ടും കൂടി ചിലപ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ് ഇക്കാക്ക അതിൻ്റെ ഇടയിൽ റെഡി ആവാനൊക്കെ പോയിട്ട് ഓഫീസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നെത വന്നിട്ടുള്ളതുകൊണ്ടിട്ട് എനിക്ക് കുഴപ്പമില്ല, അവളെ മാനേജ് ചെയ്യാൻ. അതിൻ്റെ ഇടയിൽ ഇക്കാക്ക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായിട്ട് ഓഫീസിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് ഓർത്ത് ഇരുന്നാണ് കേട്ടോ. പുറത്ത് വന്നിട്ട് പണികളിന് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി ഉച്ചക്കത്തെ പണി മാത്രമേ ഉള്ളൂ. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക പോയി. കുഞ്ഞിപ്പെണ്ണിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിന് ഞാൻ പാ പിടിച്ചിട്ട് താഴത്തേക്ക് എടുത്തേക്കാണ് കേട്ടോ. കുറച്ച് ഒരാടെ കിടക്കട്ടെ എന്ന് ഓർത്തപ്പം യഥാപ്പി ഉണ്ട്. കാരണമായിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്തോളും. അപ്പം പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ഞാൻ കുറുക്ക് ഉണ്ടാക്കുന്ന ഫുഡ് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചത്. പിന്നെ എന്തായാലും ഇപ്പോൾ അത് കൊടുത്ത് കഴിഞ്ഞിട്ട് അവൾ കിടത്തി ഉറക്കണം. അപ്പോൾ പിന്നെ ഉച്ചക്കത്തുള്ള പണിയും നെതാടെ കാര്യങ്ങളും കുളിയും എല്ലാം കഴിഞ്ഞ് ഒക്കെ കഴിയുമ്പോഴത്തേനൊക്കെ എണീക്കുള്ളൂ. അല്ലെങ്കിൽ കുറേ നേരം കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പം പിന്നെ അതൊക്കെയുള്ളൂ പണികൾ. പിന്നെന്താ പിന്നെ എനിക്ക് എന്തോ 1-2 കമൻസ് ഒക്കെ വന്നെങ്കിൽ പെട്ടെന്ന് ഓർമ്മയില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ. ഇനിയിപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഞാൻ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞി പണികളൊക്കെ കഴിഞ്ഞിട്ട്. കാരണം നമുക്ക് എല്ലാം ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം കൊച്ച് അതിൻ്റെ ഇടയിൽ കരയും. അപ്പോൾ അവൾക്ക് ഫീഡ് ചെയ്യാൻ പോകണം. പിന്നെ അവളെ കുളിപ്പിച്ചു. അങ്ങനെ കുറേ പണികൾ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു നല്ല വെയിലൊക്കെ കാണും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇനി അലക്കാനുണ്ട്. മെയിനായിട്ട് അലക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊന്ന് കൈ കൊണ്ട് തന്നെ അലക്കാണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കുഞ്ഞു പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇനി അവൾക്ക് ഉറക്കി ഒക്കെ കഴിഞ്ഞിട്ട് കാണും. ഇനി കുഞ്ഞിപ്പണിനെ യഥാപ്പി നോക്കിക്കോളൂ കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന പണിയാണ് കേട്ടോ. കാർപ്പറ്റിൽ മൊത്തം മിക്സറൊക്കെ കുട്ടിയിട്ട് ആകെ അലങ്കോലാക്കിയിട്ടേക്കാണ് കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാക്കാണ്ട് ഞാൻ വേഗം അടുക്കളയൊക്കെ പോയി. കാരണം ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചിന്ന് ഇക്കാക്കപ്പോൾ ഉച്ചക്ക് ഞാൻ ഒറ്റക്കായതുകൊണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഉച്ച വരെ ഉള്ളൂ കേട്ടോ. 2 മണി വരെ ഉള്ളൂ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടിട്ട്. അപ്പോൾ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇതുപോലെ ചെമ്മീൻ ഉള്ളി മുളക് ഇടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റേ തക്കാളിയും പരിപ്പും തേങ്ങ അരച്ച് വെക്കുന്ന കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം.
അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വേഗം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ നെയ്ത അതിൻ്റെ ഇടയിൽ ഒരു 10 പ്രാവശ്യം ഉമ്മി അത് താ ഉമ്മി ഇത് താ ഉമ്മി ടി വി വെച്ചതാ ഉമ്മി ടി വി ഓഫായി പോയി കറണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പരിപ്പും തക്കാളിയൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്തത് ചോറ് വെച്ചിട്ടില്ല എന്ന്, കറിയായ ചോറ് വേണ്ടി. അപ്പോൾ ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ തിളപ്പിച്ച് വടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഇതാ ഉച്ചക്ക് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ ഇങ്ങനെ ചെരിക്ക് വെച്ചേക്കാൻ കൊണ്ടിട്ട് എളുപ്പമായിരുന്നു കേട്ടോ. പക്ഷെ ചില ദിവസങ്ങൾ എന്താണെന്നറിയില്ല കേട്ടോ, ഇങ്ങനെ പണി എന്തോരം എടുത്താലും തീരില്ല. അങ്ങനെ അതാ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചപ്പോഴാണ് കേട്ടോ എന്നൊരു വെള്ള കളറ് പോലെ ഇട്ട് ഒരുപാട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് എന്താണെന്നാവും കളറില്ലാത്ത മാതിരി തോന്നാറുണ്ട് കേട്ടോ. പിന്നെ അത് എന്താണ് ആയി വന്നപ്പോഴത്തേന് ശരിയായിട്ടോ. എന്താണ് ഇങ്ങനെ തേങ്ങ അരച്ചപ്പോൾ എന്തോ കളറില്ലാത്ത പോലെ, എനിക്ക് ഇങ്ങനെ കളറില്ലാത്തത് എനിക്ക് എന്തോ പോലെയാണ്. എനിക്ക് നല്ല എല്ലാത്തിനും ഭയങ്കര കളറ് വേണം കേട്ടോ, ഇങ്ങനെ മുളക് പൊടിയുടെയൊക്കെ ആണെങ്കിലും. പക്ഷേ എരിവ് അധികം പാടില്ല, പക്ഷെ എനിക്ക് എല്ലാത്തിനും ഒരു ഭംഗി വേണമല്ലോ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, എനിക്ക് അങ്ങനെ വേണം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് കാണാൻ ഭംഗി വേണം, ഭംഗി ഉണ്ടായാൽ നമുക്ക് കൂട്ടാൻ തോന്നുമല്ലോ. അങ്ങനെ പിന്നെ എല്ലാം ചടപടയെന്നാക്കിയിട്ട്, കാരണം കുറുക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് പെണ്ണ് എണീക്കുന്ന ഒരു ടൈം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് മുമ്പ് വേഗം ആക്കാൻ വേണ്ടിയിട്ട് വേഗം ചെയ്യാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഉള്ളി മുളക് ഇടിച്ചപ്പോൾ ഒരുപാടായിട്ടോ ഉള്ളി മുളക് മൂപ്പിച്ച് നമ്മളെ ചെമ്മീൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ മാറ്റിയിട്ട് നമുക്ക് മറ്റേ പുളിയൊക്കെ ഇട്ടിട്ട് ആക്കാം. അപ്പോൾ ഉള്ളി മുളകും ചമ്മന്തി ആയല്ലോ, അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മൊരിയിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ചോറൊക്കെ തിളച്ചിട്ടുണ്ട്, പിന്നെ അതൊക്കെ ഒന്ന് വടിക്കണം, പിന്നെ കറിയൊക്കെ ഒന്ന് താളിക്കണം. അങ്ങനെ കുറേ പണിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു 10,000 പ്രാവശ്യം യഥാപ്പി വരാൻ കേട്ടോ. ഉമ്മി ബിസ്ക്കറ്റ്, ഉമ്മി അത്, ഉമ്മി ഇത്, ഉമ്മി വെള്ളം, ഉമ്മി ചായ, ഉമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ വന്നിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഓരോ പൈസക്കൊക്കെ ഓരോ ആൾക്കാർ വരുമല്ലോ വീട്ടിൽ, അതും കൂടി വന്നപ്പോൾ എനിക്ക് ആകെ മൊത്തം വട്ടാവണ മാതിരിയായിരുന്നു കേട്ടോ. എന്തോരം പണി എടുത്തിട്ട് എനിക്ക് എന്തോ തീരാത്ത മാതിരി തോന്നാൻ കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുക്കള കയറിയിട്ടുണ്ടെങ്കിൽ പണി കഴിയാതെ പിന്നെ എണീറ്റ് എനിക്ക് എവിടെയെങ്കിലും പോയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞാൻ അടുക്കള തന്നെ നിന്ന് അങ്ങോട്ട് പണി ചെയ്യും കേട്ടോ. എനിക്കത് തീരണ വരെയും അടുക്കള ക്ലീനാണ് വരെ പിന്നെ ഞാൻ എങ്ങും പോകില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് ആരെങ്കിലൊക്കെ വിളിച്ച് എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറും കേട്ടോ. ഒന്നാമത്തെ കാര്യം ചെറുത് ഇപ്പം എണീക്കോ എന്നുള്ള ഓർത്ത ടെൻഷനാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ചിന്നങ്ങമ്മ നെതാപ്പി അത് ഹാൻഡിൽ ചെയ്തോളും, ഒന്ന് തൊട്ടിലൊക്കെ അമ്മ നാട്ടി കൊടുക്കാനും അതിനൊക്കെ നെതാപ്പി റെഡിയാണ് കേട്ടോ. പിന്നെ നെതാപ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചെറുതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കറിയൊക്കെ താളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ വന്ന് പിന്നെ അവിടെ അങ്ങനെ സമയം പോയി ഇങ്ങനെ സമയം പോയിട്ടൊക്കെ ഇങ്ങനെ ഇതാവാൻ കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് കുറേ ലേറ്റ് ആവാൻ കാരണം എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോയും കൂടി എടുക്കുമ്പോൾ ഒരുപാട് സമയമാണ് കേട്ടോ പോകുന്നത്. കാരണം ട്രൈപ്പോഡ് അവിടെ വെച്ച് ഇവിടെ വെച്ച് ഫോൺ സെറ്റാക്കി, പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഫോൺ ഇതുപോലെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഫോൺ കയ്യിൽ പിടിക്കും, ട്രൈപ്പോഡിൽ വെക്കുമ്പോൾ അങ്ങനെ മാറ്റിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണിയെടുക്കാനായിട്ട് ഒന്നുകൂടി നമ്മൾ തീരാനായിട്ട് ഒന്നും കൂടി ലേറ്റ് ആവും കേട്ടോ. അതിനത് ഏകദേശം ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അടുക്കളയുടെ കോലം കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താടൊക്കെ പോലെ ഇട്ട് എല്ലാം അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ച് വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ വേഗം സവാളയും ഉള്ളി മുളക് ഇടിച്ചതൊക്കെ മൂത്ത് തന്നെ പിന്നെ കുറച്ച് പുളിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതാ നമ്മുടെ ചെമ്മീൻ ചട്ടിയിലിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ആരും ഇല്ലാണ്ടാവുമ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനാണ്. പക്ഷെ എനിക്ക് ഇക്കാക്ക മതി, ഇക്കാക്ക ഉണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനില്ല കേട്ടോ. കാരണം പയ്യാണെങ്കിൽ പണിയെടുത്താൽ ഇക്കാക്ക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞും കൂടി ഇല്ല കേട്ടോ. ഇക്കാക്ക ഉള്ളതുകൊണ്ടിട്ട് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിട്ടോ. അതാ ഞാൻ മറ്റേ പുളിയൊക്കെ ഇട്ട് ഉള്ളി മുളക് ഇടിച്ചത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ കറി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ അരച്ചിട്ട് കറിയും റെഡിയാക്കി. നമ്മുടെ അടുക്കളയിലെ കറി വെക്കലും ചോറ് വെക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളൊരു ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ ഞാൻ വേഗം ഞാൻ കഴുകി വെക്കൂട്ടെ. ഞാനിങ്ങനെ ഒരുപാട് കൂട്ടിയിടൂല. ചെറിയ പാത്രങ്ങളാണെങ്കിൽ ഇപ്പോൾ അടുപ്പത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ വേഗം കഴുകും. അല്ലെങ്കിൽ എല്ലാ പണിയും ഇങ്ങനെ സിങ്ക് നോക്കുമ്പോൾ സിങ്ക് ഇങ്ങനെ നിറഞ്ഞു കിടക്കണ കാണുമ്പോൾ തന്നെ എൻ്റെ കിളി പോട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എല്ലാം പാത്രങ്ങൾ അടുപ്പത്ത് എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ അവിടെ നോക്കി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങൾ അപ്പോൾ ഇങ്ങനെ കഴുകി വെക്കും. സിങ്കിൽ ഒരുപാട് ഇങ്ങനെ കൂട്ടി
കെട്ടി വെക്കൂല കേട്ടോ. പണി കഴിയുമ്പോൾ 1-2 പാത്രമൊക്കെയാണ് സിങ്കിലൊക്കെ കാണുള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കഴുകിയെടുക്കാമല്ലോ. പിന്നെ അതാ നമ്മുടെ സ്ലാബൊക്കെ ക്ലീനിങ് ആണ് കേട്ടോ. പിന്നെ സ്ലാബൊക്കെ ക്ലീനിങ് ആക്കി കഴിഞ്ഞിട്ട് വേണം അടിക്കാനുണ്ട്, മെനയാക്കാനുണ്ട്, തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അടുക്കള പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശക്കുമ്പോൾ ചോറൊക്കെ എടുത്ത് തിന്നാലോ. പിന്നെ നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമില്ലല്ലോ, വിശന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വേഗം വേഗം ക്ലീൻ ആയിക്കൊണ്ടിരിക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം സമയം 12 മണിയായിട്ടോ. അപ്പോഴാണ് ഞാൻ ഓർക്കണത് എന്താണ് അവിടെ നേതാപ്പി മിച്ചറൊക്കെ കൊട്ടിയിട്ടിട്ട് ഞാൻ വശത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ അടുക്കളയൊക്കെ ക്ലീനായി നല്ല ഒരു ഇതിലൊക്കെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സമാധാനമായിട്ട്. ഇന്നാണെങ്കിൽ നല്ലൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്താൽ പിന്നെ നോക്കണ്ട, എനിക്ക് എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി. മഴയത്തേക്ക് വെയിലായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പണിയെടുക്കാനൊക്കെ എനിക്കൊരു കുറച്ച് ഉഷാറ്. അങ്ങനെ ഇനി കാർപ്പറ്റ് ക്ലീൻ ആക്കുന്ന ഒരു 1/2 മണിക്കൂറാണ് കേട്ടോ. അത് ക്ലീൻ ആക്കുന്നതിന് മുമ്പ് അവിടെ ഇവിടെ കുറേ മീർക്കിലും പെൻസിലും റബ്ബറും പേപ്പറും അതും ഇതൊക്കെ വാരി വലിച്ചിട്ടേക്കായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ അതെല്ലാം ഒതുക്കി പെറുക്കി മെനയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അടിക്കാൻ വേണ്ടി നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഈ കാർപ്പറ്റ് അടിക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അതിൽ ചവറൊക്കെ പോകാനായിട്ട് ഭയങ്കര പാടാണ്. അടിച്ചടിച്ചടിച്ചടിച്ച് മനുഷ്യൻ്റെ നട്ടുകൂടി കേട്ടോ. കാര്യം കുറച്ചൊരു സ്ഥലമേ ഉള്ളെങ്കിലും ഭയങ്കര പാടാണ് കേട്ടോ. ഈ ഫുഡിൻ്റെ ഇതൊക്കെ നെതാപ്പി ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര പാടാണ്. നെതാപ്പി മാത്രമേ ഇടുള്ളൂ, വേറെ ആരും അങ്ങനെ വൃത്തികേടാക്കി ഇടൂല. ചില നേരം ഞാൻ നെതാപ്പിനെ കൊണ്ട് തന്നെ ക്ലീൻ ആക്കിക്കും കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ക്ലീനാക്കി ഇവിടെ നിന്ന് ക്ലീനാക്കി വരുമ്പോഴത്തേന് പിന്നെ നെതാപ്പി ആക്കി വലിച്ചു വാരി ഇടും. പക്ഷെ അവൾ തന്നെ അത് ക്ലീൻ ആക്കിക്കൊള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ അവളെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ അത് ഇവിടെയൊക്കെ മൊത്തം ക്ലീൻ ആയി കനപ്പിളാട്ടിന് ഇത് നോക്കിയത് ഉമ്മാടെ റിട്ടയർമെൻറ്റിന് കിട്ടിയിട്ടുള്ള കുറേ ട്രോഫിയാണ് കേട്ടോ. ഞാൻ കനദിവസക്കാരുടെ സർട്ടിഫിക്കറ്റ് നോക്കാൻ അലമാരി തുറന്നപ്പോൾ ഇരിക്കണം കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു മൊമെൻ്റൊക്കെ കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ഇത് എടുത്ത് വെച്ച് നമുക്ക് കാണാനൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ 2-3 ഉണ്ടായിട്ട്, പക്ഷെ അതിൽ 2 ഞാൻ എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അങ്ങനെ അതാ ഞാൻ കുളിക്കാനും അലക്കാനൊക്കെ പോയ ഗ്യാപ്പിൽ നെതാപ്പി കൊച്ചിന് പാൽ കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. ഞാൻ ഫീഡ് ചെയ്തിച്ച് ആക്കി വെക്കുന്ന പാലാണ് കേട്ടോ, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. അങ്ങനെ ചോറ് നിന്ന് ഞങ്ങളൊരു ഉറക്കം ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുന്ന വൈകുന്നേരമാണ് കേട്ടോ. അതിനിടയിൽ ഇക്കാക്ക വന്ന് തനിയെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റതാണ്. ഇക്കാക്ക പള്ളി പോകുന്നതാണ് കേട്ടോ കാണുന്നത്. ഞാൻ നെതാപ്പി നല്ല കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് കേട്ടോ എണീക്കുന്നത്. ഇക്കാക്ക പള്ളി പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ എണീക്കുന്നത്. അപ്പോൾ ഞാൻ ഇക്കാട്ടെ പറഞ്ഞു എന്തായാലും ഇക്കാക്ക പള്ളിയിൽ പോയിട്ട് നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് ഇനി ചായയൊക്കെ കുടിക്കുക, ഇവിടെ ചായ ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമുക്ക് ചായക്കടലിൽ പോയിട്ട് ആ ചായ അടിക്കാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ ഇത് നെതാപ്പി എടുത്ത് വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ടുന്നുള്ളൂ കേട്ടോ. നെതാപ്പി ഞാനിങ്ങനെ നടക്കണുണ്ട്, അപ്പോൾ നെതാപ്പി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്കാക്ക പള്ളിയിൽ പോയി വന്നിട്ട് ഞാൻ റെഡിയാപ്പയും നെതാപ്പിയും കൂടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ നമ്മളിവിടെ തൊട്ടടുത്ത് കോംപ്ലക്സിൽ ചായക്കടയുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ മറ്റേ ഉഴുന്ന് തൈര് സാധമല്ലല്ലോ തൈര് വട ഉണ്ട് കേട്ടോ. അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് പോയത്. പക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ട് അത് ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് മുട്ട സമൂസയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നതിൻ്റെ ഉള്ളിൽ മുട്ടയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എഗ്ഗ് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യം കൊണ്ട് നെതാപ്പി അത് കഴിച്ചില്ല. കാരണം അതിലിങ്ങനെ സോസും മറ്റ് ചമ്മന്തിയൊക്കെ ആവണതൊന്നും നെതാപ്പിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കട്ട്ലേറ്റും മറ്റേ മുട്ട മസാല വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചു, അതും കഴിച്ചു. പിന്നെ വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കഴിച്ചു. കഴിക്കണതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കിങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. അങ്ങനെ ഇത് ഇവിടേക്ക് ഇനി ക്ലീനിങ് ചെയ്യാൻ പോകാൻ കേട്ടോ. കാരണം ഇവിടെ നമ്മുടെ പുതിയ ചേച്ചിമാരൊക്കെ വരാണ്, താമസിക്കാനായിട്ട് വരുവാണ് കേട്ടോ ഈ മാസം. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അവർക്ക് ക്ലീൻ ആക്കി കൊടുക്കണം. അപ്പോൾ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇക്കാക്ക. അപ്പോൾ തന്നെ അപ്പോൾ ഫ്രണ്ട്സായിട്ട് ബോളൊക്കെ തട്ടി കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ അവരുടെ കളി സമയം ഇപ്പൊ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർക്ക് കുറച്ച് സമയമല്ലേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ സ്കൂളിൽ മദ്രസ കളിക്കാൻ മാക്സിമം നെതാനെ വീടോട്ട പോയി കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടി വി ഫോണും കാണാനും നല്ലതാണല്ലോ. പിള്ളേരെ കളിക്കുന്നത് 2-3 പ്രാവശ്യം വീണ് ആകെ പരിക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ പള്ളിയിൽ മാരി നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ന് നമുക്ക് എവിടെയെങ്കിലും തട്ടടയിൽ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ്. നെതാപ്പി പിണങ്ങിയിരിക്കാറുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഇത് ഉറക്കത്തിൽ നിന്നൊക്കെ ഉണ്ട്, ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടു. ഞങ്ങൾ രാത്രി ഇടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ കറങ്ങാനൊക്കെ പോകും. അതൊക്കെ നല്ല രസമാണല്ലോ എല്ലാവരായിട്ട് പോകുമ്പോൾ.
അങ്ങനെ നമ്മൾ ഇപ്പോൾ പണിയൊക്കെ അവിടെ മണ്ണൊക്കെ വാരി ആകെ പണിയൊക്കെ ചെയ്തിട്ടൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത തട്ടുകടയിലാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് പൊറോട്ടയും ദോശയും കാക്ക കപ്പ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് പുളി മിഠായിയൊക്കെ മേടിച്ചിട്ട് പണ്ടത്തെ മിഠായിക്കില്ലേ അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചെന്ന് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. ഇന്നത്തെ അല്ല എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ പരിപാടികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.